ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഫാമിലിയിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ മേക്കപ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് ഫംഗ്ഷൻ വരുന്നത്. ജ്യൂസൊക്കെ കുടിച്ചു. ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞങ്ങളവിടെ ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. ടൈം നേരം വൈകി കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ. പിന്നെ ഞങ്ങളവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ നിൽക്കായിരുന്നു, സീറ്റിൻ്റെ ബാക്കിൽ. ഇവരൊക്കെ നിന്നിട്ട് പോലെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരാണെങ്കിൽ എനിക്ക് പോകണമില്ല. പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടാ. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. എന്നാലും ഞാൻ എടുത്ത് അവരൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ വന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലേക്ക് അവിടെ കുറച്ചുള്ളൂ, അവിടെ ഞങ്ങൾ നടന്നു. പക്ഷെ ആ വെയിലത്ത് നല്ല നടന്ന് ഞങ്ങളാകെ കരിഞ്ഞ്. പിന്നെ നടക്കുന്ന സമയത്താണ് എൻ്റെ ചെരുപ്പ് പൊട്ടിയത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അവിടെ എത്തി. ഇതെൻ്റെ 2 സിസ്റ്റേഴ്സാണ്. ഇവരുടെ വിചാരം ഫോട്ടോ എടുക്കാമെന്നാണ്, പക്ഷെ ഫോട്ടോ അല്ല, വീഡിയോ ആയിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് കരിഞ്ഞുണങ്ങിയല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും പറയാം. വീട്ടിലുള്ള എല്ലാവരും, അതായത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇവരൊക്കെ എന്നെ കാണുന്നത്. ഇവരല്ല, ബാക്കിയുള്ള കസിൻസ് എല്ലാവരും എന്നെ ട്രോളായിരുന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കോൺഫിഡൻസിനൊന്നും ഒരു കുറവും വരാത്ത രീതിയിൽ ഞാൻ നടന്നു. ഓക്കെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചാമ്പക്ക കിട്ടി. ചാമ്പക്ക ഞാനിങ്ങനെ തിന്നണ കണ്ടിട്ട് നിങ്ങളാരും പേടിക്കണ്ട. കാരണം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ പിള്ളേർ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ടാണ് നിൽക്കണത്. കാരണം അവർ ഓൾറെഡി കഴിച്ചതാണ്. ഞാനാ കഴിക്കാത്തത്. അവർ ആരും കഴിക്കല്ലേ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തിന്നണത് കേട്ടോ. നിഹാന, ഞാൻ പോണാടാ. വേണ്ട, പോണ്ട. കണ്ടു എന്നോട് എല്ലാവരും പോണ്ടെന്ന് ഉമ്മ പറഞ്ഞു. പിന്നെ വരാടാ, നിനക്കല്ല കുട്ടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു. കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കുടിക്കണം. കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതെൻ്റെ ഈ സിസ്റ്ററിൻ്റെ കുട്ടിയാണ് കേട്ടോ. പിന്നെ അവൾക്ക് കൊടുത്തു. ഇത് അവൾക്ക് ഒറ്റയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയായിരുന്നു. പിന്നെ ഞാൻ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വൈകിട്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു നല്ലൊരു ചുരിദാർ കണ്ടു. അപ്പം ഞാൻ ആ ചുരിദാർ ഇട്ടിട്ട് ഞാൻ പോന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഉപ്പപ്പാനോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ സിപ്പപ്പ് കുടിച്ചു, കാരണം ചൂടല്ലേ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.